ജിയോമെട്രിക് സീക്വൻസുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ടേമുകളെക്കുറിച്ചും സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഇതെല്ലാം നമ്മൾ വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞു. Now suppose we have three terms of a geometric sequence as a, b and c. ഇതൊരു ജിയോമെട്രിക് സീക്വൻസിലാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഒരു കോമൺ റേഷ്യോ ഉണ്ടാവും എന്നുള്ളത്. കോമൺ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b by a, സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം ഈക്വൽ ടു ഹിയർ ഓൾസോ സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം. ഇതുപോലെ നമുക്ക് എഴുതാൻ പറ്റും. b by a എന്ന് പറയുന്ന റേഷ്യോയും c by b എന്ന് പറയുന്ന റേഷ്യോയും ഈക്വൽ ആയിരിക്കുമെന്നറിയാം. അപ്പോൾ ഇങ്ങനൊരു ക്വാണ്ടിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം മൾട്ടിപ്ലൈ ചെയ്യുക b ഇൻറ്റു ബി, ബി സ്ക്വയർ ഈക്വൽ ടു എ ഇൻറ്റു സി, എ ഇൻറ്റു സി എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? അതനുസരിച്ച് ബി സ്ക്വയർ ഈക്വൽ ടു എ ഇൻറ്റു സി എന്നാണെങ്കിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ ഇൻറ്റു സി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇത് എല്ലാ ജിയോമെട്രിക് സീക്വൻസിലെയും കോൺസിക്യൂട്ടീവ് 3 ടേംസ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും. എല്ലാ ജിയോമെട്രിക് സീക്വൻസിലും ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ജിയോമെട്രിക് സീക്വൻസ് എടുത്ത് നോക്കാം. 2, 4, 8. ഇപ്പോൾ ഈ സീക്വൻസിൽ നമുക്ക് ബി എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. 4 ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു 8 എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2 ഇൻറ്റു 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 16 എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഇത് എല്ലാ സീക്വൻസിലും ഇങ്ങനെ നമുക്ക് കാണാം. അതായത് മിഡിൽ ടേം ഈക്വൽ ടു ദ റൂട്ട് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ഇഫ് എ, ബി, സി ആർ 3 consecutive terms of a geometric sequence, then the middle term b equal to root of a into c. That is, the middle term b is the root of square root of the product of a and c. ഇതിനെ നമ്മൾ പറയുക ജിയോമെട്രിക് മീൻ എന്നാണ് പറയുക. ജിയോമെട്രിക് മീൻ. അരിത്മെറ്റിക് മീനിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് a, b, c are in arithmetic sequence, then the middle term b equal to a plus c by 2 എന്ന് അരിത്മെറ്റിക് സീക്വൻസിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഈ മിഡിൽ ടേമിനെ അരിത്മെറ്റിക് മീൻ എന്നാണ് നമ്മളവിടെ പറഞ്ഞിരുന്നത്. ഇവിടെ ആണെങ്കിൽ ജിയോമെട്രിക് സീക്വൻസിലാണെങ്കിൽ ദ മിഡിൽ ടേം b ഈക്വൽ ടു റൂട്ട് a ഇൻറ്റു c കോൾഡ് ജിയോമെട്രിക് മീൻ. That is, if a, b, c are 3 consecutive terms of a geometric sequence, then the middle term b equal to root of a into c, it is called the geometric mean. അരിത്മെറ്റിക് സീക്വൻസിൽ പറഞ്ഞതുപോലെ തന്നെ രണ്ട് നമ്പറുകൾക്കിടയിൽ നമുക്ക് എത്ര ജിയോമെട്രിക് മീനുകൾ വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്ത് അതിനൊരു ജിയോമെട്രിക് സീക്വൻസ് ആക്കിയിട്ട് മാറ്റാൻ കഴിയും. സപ്പോസ് വി ഇൻസേർട്ട് G1, G2, G3 എക്സെട്ര Gn, n number of geometric means between two numbers a and b, then the resulting sequence will be a geometric sequence. അപ്പോൾ ഇതൊരു ജിയോമെട്രിക് സീക്വൻസ് ആണെങ്കിൽ അതിനൊരു കോമൺ റേഷ്യോ ഉണ്ടാവും. അരിത്മെറ്റിക് സീക്വൻസിൽ നമ്മൾ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തതുപോലെ ഇവിടെയും ഈ ജിയോമെട്രിക് സീക്വൻസിനും ഒരു കോമൺ റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആ കോമൺ റേഷ്യോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദ കോമൺ റേഷ്യോ ഓഫ് ദിസ് സീക്വൻസ് ആർ ഈക്വൽ ടു ദ സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം. അതായത് നമുക്ക് തന്നിരിക്കുന്ന നമ്പറുകളെ അതിലെ സെക്കൻഡ് നമ്പറിനെ ബി എന്നും ഫസ്റ്റ് നമ്പറിനെ എ എന്നും പറയും. അതനുസരിച്ചുകൊണ്ട് ബി ബൈ എ ഓൾ റേസ്ഡ് ടു 1/n+1 എന്നാണ് എഴുതുക. ഓൾ റേസ്ഡ് ടു 1/n+1 എന്നാണ് കാണുന്നത്. ഇഫ് യു ഇൻസേർട്ട് n നമ്പർ ഓഫ് ജിയോമെട്രിക് മീൻസ്, ദെൻ ദ കോമൺ റേഷ്യോ ഈസ് b by a all raised to 1/n+1. അപ്പോൾ നമ്മൾ 4 ജിയോമെട്രിക് മീൻസ് ആണ് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ എഴുതുന്നത് b by a all raised to 1/4+1 എന്നാണ് എഴുതുക. അതായത് b by a all raised to 1/5 എന്ന് എഴുതും. അങ്ങനെ കോമൺ റേഷ്യോ കണ്ടുപിടിക്കാം. കോമൺ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും a, b എന്ന് പറയുന്ന രണ്ട് നമ്പറുകളാണ് തരിക. ആ നമ്പറിൽ എയോട് ഈ കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ജിയോമെട്രിക് മീൻ കിട്ടും. ദാറ്റ് ഈസ് G1 ഈക്വൽ ടു a ഇൻറ്റു ആർ. അതുപോലെ G2 ഈക്വൽ ടു G1 ഇൻറ്റു ആർ. എയോട് ആർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ G1 കിട്ടും. G1നോട് ആർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ G2 കിട്ടും. G2നോട് ആർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ G3 കിട്ടും. അങ്ങനെ
നമുക്ക് എല്ലാ ജോമെട്രിക് മീനുകളും കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. അരിത്മെറ്റിക് മീൻ സീക്വൻസിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും മാറ്റമുള്ളത്. അവിടെ കോമൺ ഡിഫറൻസ് ആയിരുന്നു, ഇവിടെ കോമൺ റേഷ്യോ ആണ്. അവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഫോർമുലയിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇവിടെ റേഷ്യോ ആയതുകൊണ്ട് b/a all raised to 1/n+1 എന്നാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻസേർട്ട് 5 geometric means between 3 and 192 and then construct a GP എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എ എന്ന് പറയുന്ന നമ്പർ ഏത്, ബി എന്ന് പറയുന്ന നമ്പർ ഏത് എന്ന് മനസ്സിലാക്കലാണ്. ഹിയർ വി ക്യാൻ റൈറ്റ് എ ഈക്വൽ ടു 3 ആൻഡ് ബി ഈക്വൽ ടു 192. നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് 5 ജോമെട്രിക് മീൻസ് ആണ്. അപ്പോൾ അതിനുശേഷം ഉണ്ടാകുന്ന ജോമെട്രിക് സീക്വൻസ് ഉണ്ടാകുന്നത് ഇങ്ങനെയായിരിക്കും: 3 G1 G2 G3 G4 G5 192 എന്നാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എഴുതാം: ഇഫ് വി ഇൻസേർട്ട് 5 geometric means between 3 and 192 then we get a geometric sequence as 3 G1 G2 G3 etc. 192 with a common ratio r equal to b/a the whole raised to 1/n+1. ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും എഴുതുന്നുണ്ടാവുക? നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് 1 2 3 4 5 ജോമെട്രിക് മീൻസ് ആണ്. സോ n ഈക്വൽ ടു 5. So we can write r equal to b is 192 by a is 3 whole raised to n, that is 5 plus 1, that is r equal to 192 by 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 64 ആണ്. 64 or raised to 1/6 എന്ന് കിട്ടും. ദാറ്റ് ഈസ് r equal to 2 എന്ന് കിട്ടും. അതായത് നമ്മുടെ സീക്വൻസിൻ്റെ കോമൺ റേഷ്യോ 2 എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ആ കോമൺ റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിനി ജോമെട്രിക് മീൻസ് എഴുതാം. സോ ജോമെട്രിക് മീൻസ് G1 equal to a into r. We have a equal to 3 and r equal to 2. So a into r, that is 3 into 2 equal to 6. And G2 equal to G1 into r, that is 6 into 2, that is 12. And G3 equal to G2 into r, that is 12 into 2 equal to 24. And G4 equal to G3 into r, that is 24 into 2 equal to 48. And G5 equal to G4 into r, that is 48 into 2, that is 96. അപ്പോൾ നമുക്ക് സീക്വൻസ് എഴുതാം. സോ required geometric sequence is 3 6 12 24 48 96 and 192. ഓക്കെ, ഇവിടെ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന നമ്പറിലെ ഫസ്റ്റ് നമ്പറിനെ എ എന്നും സെക്കൻഡ് നമ്പറിനെ ബി എന്നും മനസ്സിലാക്കുക. എത്ര ജോമെട്രിക് മീൻസ് ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് നോക്കുക. 5 ആണെങ്കിൽ ആ 5 G1 G2 G3 അങ്ങനെ 5 ജോമെട്രിക് മീൻസ് എഴുതിയിട്ട് നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ കിട്ടേണ്ട ജോമെട്രിക് സീക്വൻസ് എന്താണ് എന്നുള്ളതൊന്ന് എഴുതി വച്ചേക്കുക. അതിനുശേഷം ഇവിടെ ആവശ്യമുള്ള കോമൺ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. കോമൺ റേഷ്യോ b/a all raised to 1/n+1 എന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അതുപോലെ ഡിവൈഡ് ചെയ്യുന്ന സമയത്തൊക്കെ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഇതാണ് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ വേണം ചെയ്യാൻ: 6 4 പിന്നെ ഇങ്ങനെ റേസ്ഡ് ടു എന്ന് പറയുന്ന ഇങ്ങനെ ഒരു കീ അവിടെ കാണാം. പിന്നെ ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട് വേണം 1/6 എന്ന് ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 64 / 1/6 എന്നുള്ള രൂപത്തിലാണ് കാൽക്കുലേറ്റർ റീഡ് ചെയ്യുക. കാൽക്കുലേറ്റർ ഇതാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ വേണം ചെയ്യാൻ. അതായത് ഇങ്ങനെ വേണം ചെയ്യാൻ. 64 ഇവിടെ കാണാം. 64 ഇവിടെ കണ്ട റേസ്ഡ് ടു എന്ന് പറയുന്ന ഒരു കീ കണ്ട, ഇത് റേസ്ഡ് ടു
പിന്നെ ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട് 1/6 എന്ന് വേണം ചെയ്യാൻ. കണ്ട, അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും, 2 എന്ന് കിട്ടും. അപ്പോൾ ഈ ബ്രാക്കറ്റ്സ് ഇടാതെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും കൂടെ പറയാം. ദാറ്റ് ഈസ് 64 റേസ്ഡ് ടു 1/6 എന്നാണ് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്നത് കണ്ടോ, ഇതുപോലെയായിരിക്കും. അപ്പോൾ ഈ ബ്രാക്കറ്റ്സ് ഇട്ടുകൊണ്ട് ചെയ്യേണ്ടത് കമ്പ്യൂട്ടറിലാണെങ്കിലും കാൽക്കുലേറ്ററിലാണെങ്കിലും ഇതുപോലെ ബ്രാക്കറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ ടേംസുകളെല്ലാം ഡിഫറൻ്റ് ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി കാൽക്കുലേറ്ററിന് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ആ കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർമ്മിച്ചിരിക്കുക. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് ഒന്നുമായി ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഡെഫിനിഷനൊക്കെ എഴുതിയതിന് ശേഷം ഈ എക്സാമ്പിൾസ്, ഈ 2 എക്സാമ്പിൾസ് ഒന്ന് ചെയ്യുക. ഇവിടെ ഇങ്ങനെ ജിയോമെട്രിക് മീൻസ് ഇങ്ങനെയാണ് കിട്ടുക. ഞാൻ പലപ്പോഴും ക്വസ്റ്റ്യൻസ് തരുന്ന സമയത്ത് ഒന്നുകിൽ ഞാൻ ചെയ്യുന്ന ആൻസേഴ്സ് തരുന്നതിൽ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും. ചിലപ്പോഴൊക്കെ ഞാൻ ആൻസറുകൾ ഒന്ന് തെറ്റിച്ചും തരാറുണ്ട്. ഇതിൽ എത്ര പേരാണ് ഇത് സ്വന്തമായിട്ട് ചെയ്തു നോക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്നലെയും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇതുപോലെ ആൻസറുകൾ ഒന്ന് തെറ്റിയിട്ടുണ്ടായിരുന്നു. അതിലാകെ 5 or 6 പേർ മാത്രമാണ് സാർ ഇങ്ങനെയാണല്ലോ ആൻസർ വരുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും ആളുകൾ മാത്രമാണ് സ്വന്തമായിട്ട് ചെയ്തു നോക്കുന്നത് എന്നുള്ളതാണ്. അത് ഒന്ന് ഓർമ്മയിലിരിക്കണം. ഇത് നമ്മുടെ ചാപ്റ്റേഴ്സ് ഒരു 2-3 ക്ലാസ്സുകൾ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ IBNMൻ്റെ മാത്സ് പാർട്ട് തീരുന്നതായിരിക്കും. അതിനുശേഷം ഒരു വൈവ എക്സാം ഞാൻ നടത്തുന്നതാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് നമ്മുടെ ഇൻറ്റേർണൽ മാർക്കൊക്കെ തരുന്നുണ്ടാവുക. അപ്പോൾ ഈ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.